ഹലോ ഗായ്സ്, ഇപ്പം നമ്മൾ പുതിയതായിട്ട് മൂവ് ചെയ്തെടുത്ത് നമുക്ക് ഫാമിലി ആയിട്ടുള്ള 2 ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിലൊരാൾ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീടാണ്. തൊട്ടപ്പുറത്ത് പറഞ്ഞാൽ ഇതേടെ തൊട്ടിരിക്കുന്ന വീടാണ്. അവിടെ 3 പിള്ളേരുണ്ട് കേട്ടോ. അതിൽ മൂന്നാമത്തെ ആളാണ് ആഡമും കെയ്ഡനും 1 മാസം ഡിഫറൻസ് ഉള്ളൂ. 2 പേരും 3.5 വയസ്സ്. കണ്ട ട്വിൻസ് പോലെയാണ്, ഒരുപോലെയാണ്. എവറി ഡേ കാണും, എവറി ഡേ കളിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിക്കും കേട്ടോ. അപ്പം ഇവിടെ സഹേറയുടെയൊക്കെ വീട്ടിലായിരുന്നു ഇന്ന് നമ്മൾ ബാർബിക്യൂ വെച്ചത്. സഹേറ അടിപൊളി കുക്കാണ് കേട്ടോ. അതേണ്ട എന്തൊക്കെയോ ഒരു സംഭവങ്ങൾ മിക്സ് ആയിട്ട് അവർ ആക്ച്വലി ഫ്രഞ്ച് ആൻഡ് ഗുജറാത്തി അങ്ങനത്തെ എല്ലാം മിക്സ് ഉണ്ട്. അവൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കും. ഇതേണ്ട ഈ ബൂണ്ടി ചാട്ട് മസാലയൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ സംഭവം ഉണ്ടാക്കി. അത് നല്ല സ്വീറ്റ് ആയിട്ടൊരു സംഭവമായിരുന്നു. ഡേവിനത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഈ കപ്പ അവർ വേറൊരു സ്റ്റൈലിലുണ്ടാക്കി. അത് വേറൊരു കൾച്ചർ മിക്സിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ഒരു ഡിഷായിരുന്നു. അത് കൊള്ളായിരുന്നു. കോക്കനട്ട് മിൽക്കിലായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ ആഡം. ഈ 2 പേരും ഇരട്ട പെറ്റതാണോ എന്ന് പല സമയത്തും തോന്നിപ്പോവും. പിന്നെ മറ്റേ നമ്മുടെ ഫ്രണ്ടിൻ്റെ മക്കളാണ് ഇവർ 2 പേരും. അവർ 2 ട്വിൻസാണ് കേട്ടോ. 2 പേരും ഒരുപോലെയാണ് ഇരിക്കുന്നത്. ഒരേപോലത്തെ ഔട്ട്ഫിറ്റും കൂടി ഇട്ടാൽ എപ്പോഴും മാറിപ്പോവും. പിന്നെ നമ്മൾ ഇന്ന് ബാർബിക്യൂവും ഫുഡെല്ലാം വെളിയിലായിരുന്നു അറേഞ്ച് ചെയ്തത്. നല്ല രസമായിരുന്നു കേട്ടോ. വെളിയിലാകുമ്പോൾ നല്ല കാറ്റും ഷെയ്ഡും ഒക്കെ ആയിട്ട് എല്ലാം നേരത്തെ അടിപൊളിയായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നമുക്ക് ഗെറ്റ് ടുഗെദർ വെക്കുമ്പോൾ ഭയങ്കര ഒരു ഫീലാണല്ലേ. നമ്മളിങ്ങനെ എല്ലാ കാര്യത്തെക്കുറിച്ച് സംസാരിക്കും, നമ്മൾ റിലാക്സ് ചെയ്യും. പിള്ളേരവിടെ നമ്മുടെ അടുത്ത് തന്നെ കളിയോട് കളിയായിരിക്കും. ഇതിൻ്റെ കുസ അടിപൊളിയായിട്ട് ചിക്കനൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നു. ബാർബിക്യൂ നമ്മളാണ് 2ാമത്തെ റൗണ്ടാണ് ഇത് വീണ്ടും എടുക്കുന്നത്. എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എടുക്കാൻ. സഹേറ ഉണ്ടാക്കുന്ന കേക്കൊക്കെ സൂപ്പറാണ് കേട്ടോ. നമ്മളെപ്പോഴും അവളോട് പറയും റെസ്റ്റോറൻറ്റ് തുടങ്ങാമെന്ന്. ഗെറ്റ് ടുഗെദർ കഴിയുമ്പോൾ എപ്പോഴും മനസ്സും നിറയും, വയറും നിറയും. വയറും നിറഞ്ഞ് പൊട്ടാറാവും കേട്ടോ. നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ഇപ്പം ന്യൂയോർക്കിൽ നിന്ന് നമ്മൾ ന്യൂയോർക്കിലേക്ക് ആദ്യം വീട് വാങ്ങിച്ചപ്പോഴേക്കും നമുക്ക് അടിപൊളി ഫ്രണ്ട്സിനെയാണ് കിട്ടിയത്. അത് നമ്മൾ ഫ്ലോറിഡയിലേക്ക് ആദ്യം മൂവ് ചെയ്തപ്പം അവിടെയും നമുക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടി. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തപ്പോൾ വീണ്ടും നമുക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടി. അപ്പം നമ്മൾ ഭയങ്കര ബ്ലെസ്ഡാണ് കേട്ടോ. ഇത് നമ്മൾ ഇന്നലെയായിരുന്നു ഗെറ്റ് ടുഗെദർ. ഈ ട്വിൻസിൻ്റെ വീട്ടിലായിരുന്നു. അതുകൊണ്ട് അവളെ ഇനി ചിക്കൻ കറിയൊക്കെ നമ്മുടെ പോലത്തെ ഒരു സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കി. ഇതാണ് ഏവ കേട്ടോ. ഏവയുടെ വീട്ടിലായിരുന്നു. പിന്നെ ഒരു മഷ്റൂം റൈസ് ഉണ്ടാക്കിയതുണ്ട് ആ പയറൊക്കെ ഇട്ടിട്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. എൻ്റെ അമ്മ കെയ്ഡൻ ഭയങ്കര പിക്കിയാണ്, പക്ഷേ അവൻ വരെ കഴിച്ചു അത് കേട്ടോ. അവരുടെ ബാക്കിയോട് അടിപൊളിയായിരുന്നേ. നല്ല രസമായിരുന്നു. അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഇവരെല്ലാവരും ഭയങ്കര കളി. ഏറ്റവും ഭയങ്കര ഹാപ്പിനെസ് പിള്ളേർക്ക് ഭയങ്കര ഫണ്ണാണ്. എല്ലാം സെയിം ഏജും ആയതുകൊണ്ട് 4 ആൺപിള്ളേരും കൂടെ അവിടെ താടിച്ച് മറിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ പോകാൻ എന്ത് ചെയ്താൽ കഴിയത്തില്ലായിരുന്നു. ഇത് രാത്രി 10:30 ആകുമ്പോഴാണ് സീൻ.